1, 2, 3. ഗുഡ് മോർണിംഗ്. ഇത് തണുത്തിട്ടാണോ സ്നേഹം കൊണ്ടാണോ? ഏല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്. ഹലോ മൈ പീപ്പിൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഇവിടെ അടിപൊളിയായിട്ട് ഇരിക്കുന്നു. ഇന്ന് നമ്മുടെ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ്. നമ്മളിപ്പോൾ ബാൻഫിലാണ് ഉള്ളത്. ബാൻഫിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. നമ്മുടെ ഫസ്റ്റ് ഡേൻ്റെ വിശേഷങ്ങൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആൾക്കാർ തീർച്ചയായിട്ടും കാണണം. ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. ഇവിടെ വെതർ കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. ഇടയ്ക്ക് വെയിൽ വന്നും പോകുകയും ചെയ്യുന്നുണ്ട്. സമ്മർ ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു വൈബുണ്ട്. എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും ഒരുപാട് ആൾക്കാരുണ്ട്. എന്തായാലും നമ്മൾ ചൂസ് ചെയ്ത ടൈം നല്ലൊരു ടൈമാണ്. രാവിലെ ഒരു 7:30, 8 ഒക്കെ ആകുമ്പോഴത്തേനും നമ്മൾ ചെക്ക് ഔട്ട് ചെയ്ത് ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ലൊക്കേഷനിൽ പോകുമ്പോൾ നമുക്ക് അധികം തിരക്കില്ലാതെ കവർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒരു ഉച്ച ടൈമൊക്കെ ആകുമ്പോഴേക്കും ഒരുപാട് തിരക്കാവുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇതേപോലെ വിസിറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ ഇറങ്ങുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നമുക്ക് തിരക്ക് കുറഞ്ഞ് വ്യൂ ആസ്വദിച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കാണാൻ വേണ്ടി പറ്റും. തിരക്ക് കൂടുന്തോറും നമുക്ക് എന്താ പറയുക, പാർക്കിംഗ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ കുറച്ചിങ്ങനെ ചുറ്റിക്കറങ്ങിയാലേ നമുക്ക് പാർക്കിംഗ് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇത് എമറാൾഡ് ലേക്ക്. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും ഷോക്കായിപ്പോയി. ഇത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഈ ലേക്കിൻ്റെ കളർ, മരങ്ങൾ, മൗണ്ടെയിൻ, അതിന് മാച്ച് ചെയ്തിട്ടുള്ള റെഡ് ബോട്ട്, ഇതൊരു ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ് പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മൾ ഇവിടെ ബാക്കിൽ കാണുന്ന കനോയിങ് ചെയ്യാൻ വേണ്ടി പോകുവാണ്. നമ്മൾ 6 പേരാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ 2 ബോട്ട് എടുത്തു. ഒരു ബോട്ടിൽ 3 പേര് വരുന്ന രീതിയിൽ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. 1 മണിക്കൂറിന് $100 അങ്ങനെയാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കനോയിങ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പേടി എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതിലുപരി ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലേക്കിൻ്റെ സെൻറ്ററിൽ പോയിട്ട് നിൽക്കാനുള്ള എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക്. ഞാനും അമ്മയും ആൽഫിയും ഒരു ബോട്ടിൽ കയറി. ബാക്കി 3 പേരും നെക്സ്റ്റ് ബോട്ടിലും കയറി. നമുക്കിനി എന്തായാലും കുറച്ച് കനോയിങ് വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം. അമ്മ എങ്ങനെയുണ്ട്? സൂപ്പർ. അപ്പോൾ ഞാൻ ഫ്രണ്ടിലിരുന്നു. അവർക്ക് ഇതേപോലെ സാധനം തന്നിട്ടുണ്ട്. അവർ പറഞ്ഞത് ഒരുമിച്ച് ലെഫ്റ്റ് മീൻസ് ഏത് ഡയറക്ഷൻ ആണെങ്കിലും ഒരുമിച്ച് ചെയ്യുവാണെങ്കിൽ ഫ്രണ്ടിലേക്ക് പോകും. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ യൂ ടേൺ എടുക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ സോഫാർ എല്ലാം ഗുഡാണ്, കുഴപ്പമൊന്നുമില്ല. ആദ്യം കുറച്ച് പേടിയുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല. അതാ ഗൈസ്, അവർ തുഴഞ്ഞോണ്ടിരിക്കുകയാണ്. നമ്പർ 26 വരുന്നു. എത്തിയിട്ടുണ്ട് നമ്പർ 26. ഇനി വേണം നമുക്ക്. അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, ഇട്ടു വെച്ച നല്ല. അയ്യോ, നമ്മൾ മുട്ടാൻ പോകുന്നു. ഇടിച്ചു. ജോയൽ ബ്രോ രക്ഷിച്ചിരിക്കുന്നു. എന്തോ ഒരു തരി സംഭവം. മരത്തിൽ നിന്ന് എന്തോ വീഴുന്നതാന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മളും 26ഉം ഒരേപോലെയാണ് ഗൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരേ ട്രാക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അച്ചാച്ചി തുഴയുന്നില്ല. നമ്മുടെ മോൻ ഗടക്കുമാനാണ്. ഇടിക്കാൻ വേണ്ടി പോകുന്ന വഴിയാണ് നിങ്ങൾ കാണുന്നത്. അയ്യോ, തട്ടി. അയ്യോ, തട്ടി. അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു ഇതൊക്കെ. അമ്മ വിചാരിക്കുകയാണ് ഇയാൾ ഇതൊക്കെ എങ്ങനെ പഠിച്ചു, എനിക്കറിയില്ല. നമ്മൾ ഓൾമോസ്റ്റ് 10:30 ആയപ്പോഴാണ് ഇറങ്ങിയത്. 1 hour 11:20 ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ തിരിച്ച് കയറണം. ഇപ്പോൾ സമയത്തായി 10:55 ആയിട്ടുണ്ട്. ഇനിയുണ്ട് ഒരു അരമണിക്കൂറും കൂടെ. ഇവിടെ എത്തിയപ്പോഴാണ് ആ ബ്യൂട്ടിഫുൾ വ്യൂ കണ്ടത്. മുകളിലെ സ്നോ മെൽറ്റ് ചെയ്ത് ഈ മൗണ്ടെയിൻസിനിടയ്ക്ക് കൂടെ താഴോട്ട് ഇങ്ങനെ വരുന്ന കാഴ്ച.
ഇവിടുത്തെ ഓരോ സ്ഥലത്തിനും ഓരോ ഭംഗിയാണ്. അപ്പോൾ അത്രയൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ. അവിടുന്ന് നമ്മൾ നേരെ വെച്ച് പിടിച്ചത് നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷനിലേക്കാണ്. ഇവിടെ കാര്യങ്ങൾ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഈ കാണുന്ന ബിൽഡിങ്ങിലേക്ക് കയറിയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷട്ടിൽ സർവീസിനുള്ള ടിക്കറ്റാണ്. ഇനി അങ്ങോട്ട് കുറച്ച് സ്ഥലങ്ങളിലേക്ക് നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇനി നമുക്ക് അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടിട്ട് വരാം. ഇവിടെ നമുക്ക് 2 സ്പോട്ട് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്ന് ലേക്ക് ലൂയിസ്, 2 മൊറൈൻ ലേക്ക്. ഇവിടെ നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് ഷട്ടിൽ സർവീസ് യൂസ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് പോകാനായിട്ട്. ടിക്കറ്റ് ചാർജ് വരുന്നത് $100 ഒരാൾക്കാണ് ഈ $100 വരുന്നത്. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് മൊറൈൻ ലേക്ക് ആൻഡ് ലേക്ക് ലൂയിസ് ആണ്. സെപ്പറേറ്റ് ആയിട്ട് നമുക്കിപ്പോൾ ഒരു സ്ഥലം പോകണ്ട എന്നാണെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഇപ്പം ഞാൻ കാണിച്ചതിൻ്റെ ഉള്ളിൽ ടിക്കറ്റ് എടുക്കാനുള്ള സംഭവങ്ങളും പിന്നെ ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതല്ലാണ്ട് ഇവിടെ കേബിൾ കാറുണ്ട്. ബാക്കിൽ കാണാവോ? അത് കേബിൾ കാറാണ്. അതിന് സെപ്പറേറ്റ് ഫീ ആണ്. അതിന് ഓൾമോസ്റ്റ് $95 ആണ് ചാർജ് വരുന്നത്. പെർ പേഴ്സൺ ആണ് ചാർജ്. ഈ ഷട്ടിൽ സർവീസിനകത്ത് അത് ഇൻക്ലൂഡഡ് അല്ല, സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുക്കണം. നമുക്ക് ലേക്ക് ലൂയിസിൻ്റെ അടുത്ത് പാർക്കിംഗ് ഉണ്ട്, പക്ഷേ ലിമിറ്റഡ് സ്പോട്ടേ ഉള്ളൂ. അപ്പോൾ അതിനടുത്ത് പാർക്കിംഗ് കിട്ടുവാണെങ്കിൽ നമുക്ക് ഷട്ടിൽ സർവീസ് യൂസ് ചെയ്യാതെ ലേക്ക് പോയി കാണാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമ്മളിവിടെ പാർക്കിംഗ് ലോട്ടിൽ വന്ന് പാർക്ക് ചെയ്തിട്ട് ഷട്ടിൽ സർവീസ് യൂസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. നമ്മളിപ്പോൾ ഷട്ടിലിൻ്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ടിക്കറ്റ് ടൈം 2:15 ആണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ടൈം 1:15 ആണ്. 1 അവർ വെയിറ്റിംഗ് ചാർജ് ഉണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ലഞ്ച് കഴിച്ച് ആ ടൈം ആകുമ്പോഴത്തേക്കും 2:15 ആകും. അങ്ങനെ ഷട്ടിലിൽ കയറിയിട്ട് നമുക്ക് ലേക്ക് ലൂയിസ് ആൻഡ് മൊറൈൻ ലേക്ക് കാണാൻ വേണ്ടി പോകാം. ഇതാന്ന് പറഞ്ഞപ്പോൾ സമയം പോകുകയും ചെയ്തു. നമ്മൾ മൊറൈൻ ലേക്കിൽ എത്തുകയും ചെയ്തു. ഇവിടെയാണ് ട്വിസ്റ്റ്. ഇത്രയും നേരം വളരെ സണ്ണി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. ഇവിടെ എത്തിയപ്പം മുതൽ ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും കിടുകിടാന്ന് വിറയ്ക്കുമായിരുന്നു. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, ആ ലേക്കിൻ്റെ അവിടെ ഫോഗുണ്ട്, അതുപോലെ തന്നെ മെൽറ്റ് ആവാത്ത സ്നോയും ഉണ്ട്. സമ്മർ ആയതുകൊണ്ട് തന്നെ ഇത്രയും തണുപ്പ് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തില്ല. നേരത്തെ കണ്ട ലേക്കും മൊറൈൻ ലേക്കും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. എങ്ങനെയുണ്ട് ഗൈസ്? ഇതൊക്കെ ഇവിടുത്തെ കഫേ ആണ്. ഇത് മണ്ടിലുണ്ടോ മല? ഇതാണ് എന്തൊരു അടിപൊളി വ്യൂ ആ, നോക്ക്. നമ്മൾ അവിടുന്ന് വേറൊരു സ്ഥലത്തിലേക്ക് വന്നിട്ടുണ്ട്. അതായത് ജസ്റ്റ് ഒന്ന് ലൊക്കേഷൻ മാറി. ഇതാണ് മൊറൈൻ ലേക്ക്. തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട്. ഭാഗ്യത്തിനൊരു ജാക്കറ്റ് കൈ പിടിച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു. ഇതിങ്ങനെ തണുത്ത് മരിച്ചേനെ. വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അടിപൊളി വ്യൂ ആണ്. ഈ വെള്ളം കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറാണ്. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല വിറച്ചിട്ട്. ഇത് തണുത്തിട്ടാണോ സ്നേഹം കൊണ്ടാണോ? ഇപ്പൊ കുറച്ച് ആശ്വാസമുണ്ട്. ഇപ്പൊ കുറച്ച് വെയിലൊക്കെ വന്നത് കൊണ്ട് മിണ്ടാൻ പറ്റും, വിറയ്ക്കാതെ മിണ്ടാൻ വേണ്ടി പറ്റും. ഇതാണ് നമ്മുടെ ബാക്കിലെ വ്യൂ. ഇതാണ് മൊറൈൻ ലേക്ക്. ഞാൻ 5-6 വട്ടമായി പറയുന്നതെന്ന് അറിയാം, എന്നാലും ഒന്നും കൂടെ പറയും. ഇതാണ് മൊറൈൻ ലേക്ക്. ഇന്ന് ബ്യൂട്ടിഫുൾ ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. വന്നിറങ്ങിയപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു, കിടുകിടാന്ന് വിറയ്ക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഓക്കെ ആയി. ഇപ്പം നല്ല വെയിലായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും. അത്യാവശ്യം നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് രസമുണ്ട് കാണാനായിട്ട്. വെയിലും കൂടെ വന്നപ്പോൾ ഈ ലേക്കിൻ്റെ ഭംഗി അപാരം തന്നെ. നിങ്ങളീ കാണുന്ന വൈറ്റ് കളറൊക്കെ സ്നോ ആണ്. ഇതുവരെ മെൽറ്റ് ആവാത്ത സ്നോ ആണത്. ഈ വെള്ളത്തിന് തന്നെ വേറെ തന്നെ ഒരു കളറാണ്. ഇങ്ങനെ നമ്മളറിയാത്ത എത്രയോ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ലോകത്തിൻ്റെ ഓരോ കോണിലും ഉണ്ട് എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ കഫേ, ഗിഫ്റ്റ് ഷോപ്പ്, അങ്ങനെ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് 20 to 25 മിനിറ്റ്സ് ആണ് മൊറൈനിലേക്ക് എത്താനായിട്ട് എടുത്തത്. ഇവിടെ നമുക്ക് അവർ 1 അവറാണ് തന്നിട്ടുള്ളത്. അതായത് നമ്മൾ 2:45 ഇവിടെ നിന്ന് ഇറങ്ങി 3:45 ആകുമ്പോൾ തിരിച്ച് കയറണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിന്നായിരിക്കും നമ്മൾ ഇനി ലേക്ക് ലൂയിസിലേക്ക് പോകുന്നത്. അവിടുന്ന് ഒരു അരമണിക്കൂറും കൂടെ ട്രാവൽ ചെയ്തിട്ട് നമ്മൾ ലേക്ക് ലൂയിസ് എത്തിയിട്ടുണ്ട്. ആൽബർട്ടയിൽ തന്നെ ഏറ്റവും ഫേമസും അട്രാക്റ്റീവും ആയിട്ടുള്ള ഡെസ്റ്റിനേഷനാണ് ലേക്ക് ലൂയിസ്. ഈ ഒരു വ്യൂ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇവിടെയും നമുക്ക് കനോയിങ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ആദ്യം ഇവിടെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇവിടെ കുറച്ചും കൂടെ തിരക്കായിരിക്കുമല്ലോ എന്ന് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ എമറാൾഡ് ലേക്ക് തന്നെ ചെയ്തത്. അത് പക്ഷേ ഒരു ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു. അതുമാത്രമല്ല ഇവിടെ റേറ്റും കുറച്ച് കൂടുതലാണ്. ഏത് സീസണിൽ വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റേതായ ഭംഗി തരുന്ന ഒരു സ്ഥലമാണ് ലേക്ക് ലൂയിസ്.
രണ്ട് വലിയ കൂറ്റൻ മലകളുടെ ഇടയിൽ മഞ്ഞു മൂടിയ ഒരു മല. സമ്മറിൽ ഇത്രയും മഞ്ഞാണെങ്കിൽ വിൻ്ററിൽ എന്തായിരിക്കും അവസ്ഥ? ഫോൾ ആകുമ്പോൾ ഇലകളുടെ കളറൊക്കെ മാറി ഓറഞ്ച് റെഡ് ആകുമ്പോൾ അത് അതിൻ്റേതായൊരു ഭംഗിയാണ്. വിൻ്റർ ആകുമ്പോൾ ഈ ലേക്ക് ഫ്രോസൺ ആകും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ മഴ പെയ്തു. ഇതാണ് കാനഡ. ഒരേ ദിവസം വെയിലും വന്നു, തണുപ്പും വന്നു, മഴയും പെയ്തു. എനിക്കെന്തോ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മൊറൈൻ ലേക്കും എമറാൾഡ് ലേക്കുമാണ്. നിങ്ങൾക്ക് ഏത് ലേക്കാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റിൽ പറയണേ. ഇനിയൊരു 3 മണിക്കൂർ ഡ്രൈവാണ്. ഈ യാത്രയിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കുഞ്ഞു കുഞ്ഞു കാഴ്ചകളും കണ്ടിട്ട് വരാം. നാളെയാണ് താലിമംഗലം. താരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട്. നമ്മൾ മൊറൈൻ ലേക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് ഷട്ടിൽ സർവീസ് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാർസ് അവിടെ അലൗഡ് അല്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഷട്ടിൽ സർവീസ് തന്നെ എടുക്കണം. പക്ഷേ ലേക്ക് ലൂയിസിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം കാറായിട്ട് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അവിടെ ഒരു പാർക്കിംഗ് സ്പോട്ട് ഉണ്ട്. അപ്പോൾ അവിടെ പാർക്ക് ചെയ്തിട്ട് താഴോട്ട് നടക്കുവാണെങ്കിൽ, കുറച്ച് നടക്കാനുണ്ട്, എന്നാലും നടക്കുവാണെങ്കിൽ നമുക്ക് വേറെ ഫീസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ വേണ്ടി പറ്റും. ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞു തരാം. നമ്മൾ ഈ ഷട്ടിൽ സർവീസ് ഓൺലൈനായിട്ട് പ്രീ ബുക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഭയങ്കര ചീപ്പ് റേറ്റിൽ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചോയ്സ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ വഴി വരുവാണെങ്കിൽ നേരത്തെ തന്നെ ഈ വക കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്ത് വരാൻ വേണ്ടി ശ്രമിക്കുക. ലേക്ക് ലൂയിസിൽ നിന്ന് നമ്മൾ നേരെ വെച്ച് പിടിച്ചത് ജാസ്പറിലേക്കാണ്. ജാസ്പറിലല്ല നമ്മൾ സ്റ്റേ ചെയ്തത്, ഹിൻടൺ എന്ന് പറഞ്ഞൊരു റീജിയനിലാണ് സ്റ്റേ ചെയ്യുന്നത്. അവിടുന്ന് ഓൾമോസ്റ്റ് ഒരു 350 കിലോമീറ്റേഴ്സ് വരുന്നുണ്ട് ലേക്ക് ലൂയിസിൽ നിന്ന് ജാസ്പറിലേക്ക് എത്താനായിട്ട്. ജാസ്പർ അല്ല, നമ്മുടെ ലൊക്കേഷൻ ഹിൻടണിലേക്ക് എത്താനായിട്ട് ഓൾമോസ്റ്റ് ഒരു 3.5 മണിക്കൂറിന് മുകളിലെടുത്തു. വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ കടകളും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവായിരുന്നു. 1, 2, 3 കടകളല്ലാതെ വേറെ കടകളൊന്നും കണ്ടില്ല. നമ്മൾ ഇന്നലെ ആണെങ്കിലും കാൽഗറിന്ന് ഹൈവേ കയറി കഴിഞ്ഞപ്പോൾ വഴിയിലൊന്നും കടകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒൻറ്റാരിയോയിലാണെങ്കിലും നമ്മൾ ഹൈവേ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൺ റൂട്ട് ഉണ്ടാവും. ഓൺ റൂട്ട് എന്ന് പറയുകയാണെങ്കിൽ അത് ബിൽഡിംഗ് ആണ്. അതായത് 5-6 കടകളുണ്ടാവും. ടിം മെക്ഡി, ബർഗർ കിങ്, പിന്നെ പബ്ലിക് വാഷ്റൂം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് റിഫ്രഷ് ചെയ്തിട്ട് നമുക്ക് പിന്നെ നമ്മുടെ യാത്ര തുടരാൻ പറ്റും. പക്ഷേ ഇവിടെ അങ്ങനത്തെ സിസ്റ്റം കണ്ടില്ല. നമ്മൾ എക്സിറ്റ് എടുത്ത് പോയിട്ടാണ് ടിമ്മൊക്കെ കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ വഴി ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കുവാണെങ്കിൽ അത് കുറച്ചുകൂടെ നന്നായിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം വഴിയൊന്നും കടകളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഇതിൻ്റെ പാർട്ട് 1, അതായത് ഡേ 1 ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണണം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസും കാര്യങ്ങളാണ് ഈ പ്ലേസിലുള്ളത്. അതേപോലെ നിങ്ങൾ ആൽബർട്ടിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണണം. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുപോലൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കും. ഗുഡ് നൈറ്റ്.